നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. 2026 തുടങ്ങിയിട്ട് 6 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതുവർഷത്തിൻ്റെ ആ ഒരു പുതുമോടിയൊന്നും അങ്ങോട്ട് മാറിയിട്ടില്ല. അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് തുടങ്ങാം. ഇന്ന് ഞാൻ സംസാരിക്കാൻ വന്നിരിക്കുന്നത് വിഷൻ ബോർഡിനെ പറ്റിയിട്ടാണ്. വളരെ യാദൃശ്ചികമായിട്ട് ഞാനിന്ന് ഓഫീസിൽ ഒരു പ്രിൻ്ററിൻ്റെ സൈഡിൽ കുറച്ച് പേപ്പേഴ്സ് ആരോ പ്രിൻ്റ് ചെയ്ത് വെച്ചത് കണ്ടു. അപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ അതൊരു വിഷൻ ബോർഡാണ്. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അതായത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഗോൾസ് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഒരു ഇമേജ് ഫോർമാറ്റിൽ ഒട്ടിച്ചു വെക്കുന്ന ഒരു സംഭവമാണ്. അത് ഡിഫറെൻറ്റ് പേപ്പേഴ്സിൽ ഒട്ടിച്ചു വെക്കാം. ഒരേ പേപ്പറിൽ തന്നെ ഇമേജ് അറ്റാച്ച് ചെയ്തിട്ട് ഒരുമിച്ച് പ്രിന്റ് ചെയ്ത് കീപ്പ് ചെയ്യാം. അങ്ങനെ പല രൂപത്തിൽ. ബേസിക്കലി നമ്മൾ ഈ വർഷം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലാൻസ് ഒന്ന് അലൈൻ ചെയ്ത് ഒരു പേപ്പറിലായിട്ട് ഒട്ടിച്ചു വെക്കുക, എപ്പോഴും എടുത്ത് നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പർപ്പസ്. ഈ വിഷൻ ബോർഡ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, അതിൻ്റെ പേരൊന്നും അറിയില്ലായിരുന്നു, ഒരു 2-3 ഇയേഴ്സ് മുന്നേ, എനിക്കൊന്നൊരു 4 ഇയേഴ്സ് മുന്നേ ഞാൻ തോന്നുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റൂമിൽ ഒരു ചുമരിൽ പുള്ളി ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി ഒരു വർഷത്തേക്കുള്ള പ്ലാൻസ് ആയിരുന്നില്ല, ഒരു 3-4 വർഷത്തേക്കുള്ള ഹെഡായിട്ടുള്ള പുള്ളിയുടെ പ്ലാൻസ് ആയിരുന്നു പുള്ളി അതിൻ്റെ അകത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് എന്താണെന്ന് ചോദിച്ചപ്പോൾ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്തത് ഇങ്ങനെ, ഞാൻ എപ്പോഴും ഇത് രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഞാനിത് കാണും, എന്നിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആലോചിക്കും, അതെനിക്കൊരു കോൺഫിഡൻസും ഒരു ഡയറക്ഷനൊക്കെ തരും എന്നാണ് പുള്ളി അന്ന് എനിക്ക് ആൻസർ ചെയ്തത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തോ മാജിക്കലായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയപ്പോഴാണ് ഇതിൻ്റെ അകത്ത് ഒരു മാജിക്കലും ഇല്ല, ഒരു കാര്യമില്ല, നിങ്ങൾ തന്നെ പണിയെടുക്കണം എന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്തിനാണ് വിഷൻ ബോർഡ്? അതൊരു പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും നിങ്ങൾക്ക് തരുന്നില്ലല്ലോ എന്നായിരിക്കും വിചാരിക്കുന്നുണ്ടാവുക. പക്ഷെ ആക്ച്വലി അതല്ല. വിഷൻ ബോർഡ് ആദ്യമായിട്ട് നിങ്ങൾക്ക് തരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലാരിറ്റിയാണ്. ഇപ്പം നിങ്ങളോട് നെക്സ്റ്റ് 1 ഇയറിൽ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് എഴുതാൻ പറഞ്ഞാൽ ആ മൊമെന്റിൽ തന്നെ ഒരു ആർട്ടിക്കുലേഷൻ നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുകയും എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളെന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതുകയും ചെയ്യും. അവിടുന്ന് ഒരു പ്രയോറിറ്റി ഷിഫ്റ്റ് നടത്തി നിങ്ങൾക്ക് വേണ്ട ഒരു 3-4 കാര്യങ്ങൾ നിങ്ങൾ പിക്ക് ചെയ്ത് ഒരു ഇമേജ് ഫോർമാറ്റിലാക്കിയിട്ട് നിങ്ങളത് കീപ്പ് ചെയ്യണമെന്ന് വെച്ചോ. നിങ്ങൾക്കൊരു ഇമോഷണൽ കണക്റ്റ്, ഒരു ഫെമിലിയാരിറ്റി, ഒരു ക്ലാരിറ്റി, ഇതൊക്കെ തന്നെ ഈ സാധനം കൊണ്ടുതരും. പിന്നെ ഡെഫിനറ്റ്ലി അതിലെഴുതിയ കാര്യങ്ങളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ ആക്ഷൻ പ്ലാൻ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു ദിവസം അതിനുവേണ്ടി ചെയ്യുകയും നെക്സ്റ്റ് ഡേ മോർണിംഗ് വീണ്ടും ഇത് കാണുമ്പോൾ ഓക്കെ, ഞാൻ ഇന്ന് ഇത് ചെയ്തു, ഇനിയിപ്പം എനിക്കിത് ഇന്ന് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിക്കുള്ള ഡെയിലി റിമൈൻഡറായിട്ട് ഇത് ആക്ട് ചെയ്യുകയും ഡെയിലി അതുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾ ഭയങ്കര പേടിക്കുന്ന അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുമെന്ന് ഉറപ്പില്ലാത്തൊരു ഗോൾ ആണെങ്കിൽ പോലും പതിയെ അതിലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും നിങ്ങൾ അതിലേക്ക് അടുക്കുകയും ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാനൊരു വിഷൻ ബോർഡായിട്ടൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ചില കാര്യങ്ങൾ വിഷൻ ബോർഡ് ഇല്ലാതെ തന്നെ മനസ്സിൽ സങ്കല്പിച്ചിട്ട് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചില റിസൾട്ടും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ടൊരു വിഷൻ ബോർഡ് മുന്നിൽ പെട്ടപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ട് ഞാൻ പറഞ്ഞതാണ്. താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പം ജനുവരി 6 ആയില്ലെന്നൊന്നും വിചാരിക്കണ്ട. ടൈം എപ്പോൾ വേണമെങ്കിലും നമുക്ക് തുടങ്ങാം. നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഫെബ്രുവരി 1-നോ മാർച്ച് 1-നോ എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം. ഏതെങ്കിലും ടഫായിട്ടുള്ളൊരു ഗോള് വെച്ചിട്ട് ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസവും ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിലപ്പോൾ 2027 ആകുമ്പോഴേക്ക് ഇതൊക്കെ അങ്ങോട്ട് സാധിച്ചാലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.